عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രസത്തെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖുർആൻ അതിനെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒരു മുസ്ലിമൈത്തുല്യ ഞങ്ങളുടെ മേൽ ബാധ്യപ്പെട്ടതില്ല ഒന്നൈതിക്കണം. ആ ഖുർആനെ ചിന്തിച്ചിട്ട് പല ആൾമാരും അള്ളാഹുരെ ദീനിൽ പ്രവേശിച്ചതുണ്ട്, അള്ളാഹുരെ ദീന് സ്വീകരിച്ചതുണ്ട്. ആ ഖുർആന്റെ അർത്ഥത്തെ മനസ്സിലാക്കിയത് ദീന് സ്വീകരിച്ച കൊള്ളാറ്. അത് പണ്ടത്തെ കാലത്ത് മാത്രമല്ല, ഇന്നത്തെ കാലത്തും ആ ഖുർആന്റെ ആൽമാറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കൊരു തൗഫീഖ് തന്നറ. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹുൽ നിന്ന് കിട്ടിയ വലിയ നിഅമത്തായിരിക്കും. എത്രമാ ആൾമാർക്ക് കിട്ടാത്ത അങ്ങനത്തെ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നത് ആ ഖുർആന്റെ ആൽമാറായിട്ട് തീരകുല്ല ഒരു തൗഫീഖ് അല്ലാഹു തന്ന. ഖുർആന്റെ ആൽമാറായിത്തുല്ല ഞങ്ങളെ മേലെ നിർബന്ധമായിട്ടുള്ള ബാധ്യത്തിൽപ്പെട്ട ഒന്നൈത്തിക്കറ് ആ ഖുർആന്റെ പഠിക്കരുത്. ആ ഖുർആന്റെ പഠിക്കരെ ചൊല്ലുമ്പോ പ്രധാനമായിട്ടും എന്തൈത്തിക്കൊണ്ടങ്ങ പഠിക്കുകയുള്ളത് ഖുർആനുമായിട്ടുള്ള നക്കുല്ല ബന്ധം എന്തിനു വേണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ എത്തിക്കണങ്ങ അള്ളാഹു തൗഫീഖോട് കൂടിയ നിമ്മന്റെ ഒരു നാളിലായിട്ട് ഖുർആന്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണം ഞങ്ങൾ മനസ്സിലാക്കണം. ഖുർആനിലുള്ള ഓരോ സൂറത്തിലും പ്രധാനമായിട്ടും ചെറിയ ചെറിയ സൂറത്തിലും നിർബന്ധമായിട്ടും ഞങ്ങൾ അർത്ഥം അറിഞ്ഞിരിക്കും. അത് ഖുർആന്റെ സൂറത്തിലൊട്ടിಗೆ ഞങ്ങൾ ആക്കിറങ്ങത്ത് ദുആ ഉണ്ട് നിസ്കാരത്തില്. ആ ദുആത്തും അർത്ഥം പഠിച്ച് ഞങ്ങൾ ഓതിയെന്തായി എത്രമാ റാഹത്തും സമാധാനം എത്തിക്കുന്ന ഞങ്ങൾക്ക് നിസ്കാരത്തിലും കിട്ടേണ്ടത്. ഇത്തരത്തര ദുആ എത്തിക്കുന്ന ഞങ്ങൾ ദ്വാർന്നും തുല്യത് അങ്ങ് പണ്ടിൽ പിന്നെ ചൊന്നും പോയെ കൊണ്ട് സ്പീഡിൽ ഇങ്ങനെ പോകണ്ടു. സൂറത്തുൽ ഫാത്തിഹയും ഇങ്ങനെ സ്പീഡിൽ പോയോണ്ടു. ആ സൂറത്തുൽ ഫാത്തിഹത്തെ വിഷയത്തില് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരിപ്പാട്ടി ബിഷി കേട്ടി എന്താ നിങ്ങൾക്ക് ഷോക്കായിട്ട് അത്ര വിഷയിത്തിക്കുള്ളത്. അത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലേക്ക് മനസ്സിലാക്കുന്നു. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇന്ന് മനസ്സിലാക്കുള്ളത് ഈ ഖുർആൻ ചൊല്ലുന്നത് അതിന് ഞങ്ങൾക്കുള്ള ബാധ്യത എന്ന് പറയും. ഒന്നാമത്തെ മനസ്സിലാക്കി വെക്കറും ഖുർആൻ റൊട്ടിക്ക് ഒരു മുസ്ലിമായ വ്യക്തികളുടെ ഒന്നാമത്തെ ബാധ്യത ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുறது. ആ ഖുർആൻ ഓതുறது ചൊല്ലുമ്പത്തേക്ക് കാലി ഒരു കിതാബ അല്ലെങ്കിൽ പേപ്പറാ അല്ലെങ്കിൽ വാട്സപ്പിൽ വേണ്ട മെസ്സേജിനെ പോലെ അല്ല ഖുർആൻ. ഒന്നാമത്തെ ഖുർആൻ ഓതുമ്പോ അത് വ്യക്തമായിട്ടുള്ള ഒരു രൂപത്തിലെത്തിക്കൊണ്ടങ്ങ ഖുർആൻ ഓതനായത് ഒന്ന് എടുത്ത് വന്നു ആ മുസ്ഹഫോട് കൂടി സാധാരണ മൊബൈലിൽ എത്തിക്കറോത്, മൊബൈൽ ഓതുന്നതല്ല. അതിനെ കാട്ടി എല്ലാ അത്ര വ്യക്തമായിട്ടുള്ളത് അള്ളാഹുര ഖുർആനായിട്ടില്ല ആ മുസ്ഹഫ് കൊണ്ട് എത്തിക്കർ. ആ മുസ്ഹഫിനെ എതിർ വെച്ചിട്ട് ഒരു അരഗണ്ട അല്ലെങ്കിൽ കാഗണ്ട ഞങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് അര പേജെങ്കിലും എല്ലാ നാളിലും ഓതിരങ്ങനത്തെ ഒരു വ്യവസ്ഥ സ്വന്തമായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയെടുക്കണം. നന്റെ ജീവനത്തില് ഒരു നാല് പോലും ഖുർആൻ ഓതാന്ത് തന്റെ ജീവന കഴിഞ്ഞു പോയിട്ടില്ല ചൊന്തുള്ള ഒരു ധൈര്യത്തിൽ ചൊല്ലുകില്ലങ്ങനത്തെ ഒരു ചാൻസ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്തില്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും ഒരു ലൈൻ അങ്ങ് എത്ര വാട്സപ്പിൽ മെസ്സേജ് ഓതുക അതിനെ കൺകിട്ട് എന്താ പെടുത്ത് കിട്ടുക എന്തെല്ലാം ഓതുക ഒരു ആയത്ത് ഒരു ലൈനെങ്കിലും നിന്റെ ജീവനത്തിൽ ഓതാന്ത് നാൻ മുട്ടത്തില്ല. അത് ഇത്രത്തോളം നടന്നില്ല എന്തെങ്കിലും ഇപ്പൊ തീരുമാനാക്കും. ഇന്നിൽ പിന്നെ നിന്റെ ജീവനത്തിൽ എല്ലാ നാളിലും റബ്ബേ നീ അതുകൊല്ല തൗഫീഖ് താ അല്ലാഹ്, എല്ലാ നാളിലും ഒരായത്ത് ഖുർആനുമായിട്ടുള്ള ബന്ധമില്ലാത്തൊരു ജീവന നിന്റെ ജീവനാവുത്തീറ. ഞങ്ങൾ ഖുർആന്റെ ആൾമാർ ചൊന്തു കുഫാർമാരൊട്ടിಗೆ ചൊല്ല ഖുർആന്റെ മഹത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കറ. അങ്ങ് ഖുർആനുമായിട്ട് നക്കെന്തിരെ ബന്ധ ഞാൻ എപ്പോഴും അവർക്ക് ഓതിയ ഇല്ലെങ്കിൽ റമദാൻ ബന്ധാവുണ്ട്. അങ്ങനെ ആവണ്ട. ഖുർആന്റെ ഓതുറതു ഖുർആന്റെ മേലുള്ള ഞങ്ങൾക്കുള്ള ഒരു ബാധ്യത എത്തിക്കുക. ഒരു ബാധ്യത ചൊല്ലുമ്പോ കാലൊരു ബാധ്യത മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ಅದರ ಮುಖಾಂತರ ഞങ്ങൾക്ക് തന്ന വിഷയം ಅಂದ್ರೆ ഈ ഫജ്ർ നാര ഓതുര ഖിറാഅത്ത് ഇത് അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടങ്ങനത്തെ കാരണം എത്തിക്കുക. ഖുർആന്റെ തിലാവത്ത് ചൊല്ലുന്നത് ബർക്കത്ത് കിട്ടുകയില്ല, ജീവിതത്തിൽ ബർക്കത്ത് വേണം. അങ്ങനെ ഇനി ഓടി കളിച്ച് കാര്യമില്ല. അതിനാണ് ഉത്തമമായിട്ടുള്ളത് ഈ ഫജ്ർ നാര നിസ്കരിച്ചാൽ പിന്നെ ഒരു അര പേജെങ്കിലും ഒരു കാ പേജെങ്കിലും അല്ലെങ്കിൽ ഒരു ജണ്ടായത്ത ഫജ്ർ മുന്നോട്ട് പിന്നെ ഓദ്യത്തെ ജീവനത്തിൽ ബർക്കത്ത് കിട്ടുക കാരണം എത്തിക്കുക. ഇനി അത് മാത്രല്ല ഞങ്ങളുടെ ജീവനത്തിൽ ഈ നിസ്കാരത്തെ കൂലി ഇത്രമാ
ചൊന്തുകാരില്ല, അത്ര പ്രതിഫല നിസ്കാരത്ത് കിട്ടേ ഈ ഫജർ നിസ്കാരത്ത്. അതിലൊട്ടികമേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന് കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിൽ താരെങ്കിൽ ഒരു അക്ഷര ഓതി എന്തായെങ്കിൽ ഒരു ലെറ്റർ ആയിരപ്പെട്ട കേട്ട ഹദീസ് എത്തിക്കരുത്. ഒരു അക്ഷര ചൊല്ലുമ്പോ അലിഫ് കണ്ണെടുത്തങ്ങ് ആ ഈ ചൊല്ലൂലേ, അതേപോലെ ആ ചൊത്തിൽ ഒരു അക്ഷരം എന്തായെങ്കിൽ ABCD ചൊല്ലുമ്പോ ഏ ചൊത്തിൽ ഒരു അക്ഷരം എന്തായെങ്കിൽ അള്ളാഹുറെ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അറബിയിലുള്ളതായ അലിഫ് അതൊരു അക്ഷരം ഓർത്തോളൂ ചെന്നെങ്കിൽ സാധാരണ ഷൈത്താന്റെ പേരെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂലി കിട്ടും, ഫിറഔന്റെ പേരെടുക്കും കൂലി കിട്ടുകൊണ്ടാ. അയങ്ങ അള്ളാഹുര ഖുർആൻ ഓതിയ സന്ദർഭത്തിൽ ഫിറഔനു ചൊന്തുല ആ പേര് വന്നപ്പോ പോലും ആ പേര് കൊല്ലത് കൊണ്ടല്ല, അള്ളാഹുര ഖുർആനിലുള്ളത് കൊണ്ടു ആ ഹർഫുക്ക് പോലും 5 കൂലി കിട്ടി ആ പേരെടുത്തത് കാരണം. ഖുർആനിൽ എന്തെല്ല അക്ഷരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടിര അതിലെ ഓതുര മുഖാന്തര ഓരോന്നൊക്കും ഓരോ കൂലിയും താമ്പോ ഈ 5 ലെറ്റർക്ക് എത്ര കൂലി കിട്ടിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിപ്പാട്ടിയത് 10 കൂലി എത്തിക്കർ ഒരു ലെറ്റർ. അങ്ങനെ എന്തായെങ്കിൽ 5 ലെറ്റർ ഓതുമ്പോ എത്ര കിട്ടിയത് 50 കൂലി കിട്ടി. ഒരു ലൈനിൽ എത്ര അക്ഷരം ഉണ്ട് എണ്ണിയെത്തി അതിൽ തീരുമാനമാക്കണോ നക്ക് എത്ര ജീവിതത്തിൽ ഹൈർ നേടാൻ സാധ്യ. അതുകൊണ്ട് സ്വർഗത്ത് പോകില്ലേ ഖുർആന്റെ തിലാവത്ത് കാന്തര അത് ഒന്നാമത്തെ മനസ്സിലാക്കി വെക്കറു. അള്ളാഹുറ ഖുർആൻ റൊട്ടികൊല്ല നങ്കുല്ല ബാധ്യത. ഒന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആന്റെ ഓതുർദ എത്തിക്കർ. രണ്ടാമത്തെ കൂടിയുണ്ട് തഹ്ഫീദുൽ ഖുർആൻ, ഖുർആന്റെ ഹിഫ്ളാക്കറെ. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാ ഞങ്ങൾ ബൈഹാട്ടാക്കി വെച്ചിര, ഞങ്ങളെ കുടുംബത്തിൽ ഇത്രമാ ആൾമാർ നമ്പറും അതും ഇതും ഞങ്ങളെ തലയിൽ സ്റ്റോർ ആയിട്ടും അയങ്ങ അള്ളാഹുര ഖുർആൻ നിന്തി എത്ര ഹിഫ്ളുണ്ട് ചെയ്തിട്ട് കേട്ടെന്തായെങ്കിൽ എല്ലാവർക്കും ഹാഫിളാവുക സാധിക്കൊണ്ടില്ല. അത് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖ് എത്തിക്കറ മെമ്മറി ചൊത്തുള്ളത് അയങ്ങ നന്റെ കൊണ്ട് സാധിക്കത്ര ആ ചെറിയ അമ്മ ജുസൂലുള്ളതായ ചെറിയ സൂറത്തെങ്കിലും അതും ഒക്കെ ഹിഫ്ളില്ല എന്തായെങ്കിൽ ഒരു മിനിമം ഒരാൾ ഇമാം നിപ്പാട്ടുമ്പോ എന്തെങ്കിലും ഒരു രൂപത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സുഹൃത്തെങ്കിലും ഓതുക സാധിക്കില്ല എന്തായെങ്കിൽ പിന്നെ നാണ് മുസ്ലിം ചൊന്തും നാണ് ഖുർആന്റെ ആള് ചൊന്തും ഞങ്ങൾ എങ്ങനെ ജീവിക്കേ? ഖുർആന്റെ ആള് ചൊന്തുമില്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഹിഫ്ളില്ല എന്തായെങ്കിൽ എന്താ അവസ്ഥ? അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇക്കോടായ ഒന്നൈത്തിക്കറ് ഖുർആന്റെ ഹിഫ്ളാക്കണം. അള്ളാഹു നമുക്ക് അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഹിഫ്ള് ചെയ്യുമ്പോൾ ഒറ്റടിക്ക് സൂറത്തുൽ ബഖറ എടുത്ത് ഇന്ത്യയിൽ പിന്നെ സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കറ എന്ന് റെഡി ആവണം തല്ല, ചെറിയ സൂറത്തെങ്കിലും അത് ഈസീവേ. ഇന്നത്തെ കാലത്ത് വ്യവസ്ഥ ചൊമ്മയിത്തിക്കർ, പണ്ടത്തെ പോലല്ല. മൊബൈൽ എടുത്ത് ഖിറാത്ത് വെച്ചിങ്ങയിത്ത് ഞങ്ങൾ റണ്ണിങ്ങിൽ പോണ സന്ദർഭത്തിൽ വെഹിക്കലിൽ പോകുമ്പോഴത്തേക്കും ഇയർഫോൺ ഇട്ടത് അല്ലെങ്കിൽ ഒരേ സൂറത്ത് 10 വട്ട അതേ ഞങ്ങൾ തൊടണ്ട ഉറക്ക വത്തിത് വെച്ചിങ്ങയിത്ത് റിപ്പീറ്റ് 10 വട്ട ചൊന്നെങ്കിൽ അതിലെ വ്യവസ്ഥ എല്ലാം ഉണ്ട്. അത് 10 വട്ട നിങ്ങൾക്ക് അതേ സൂറത്തിൽ റിപ്പീറ്റ് ആക്കിയതാണ്. പിന്നെ എന്തൊരു പേന്മായ എല്ലാ വ്യവസ്ഥയും കൈരടിയിലുണ്ട് ഇപ്പ. അതുകൊണ്ട് ഖുർആന്റെ ഹിഫ്ളാക്കുന്നതും ഞങ്ങൾ മറക്കുത്തീര. മൂന്നാമത്തെ ഒരു ബാധ്യത പ്രത്യേകമായിട്ട് മനസ്സിലാക്കറോ ഇസ്തിമാ, പ്രത്യേകമായിട്ടും ഈ ഖുർആന്റെ കേൾക്കരുത്. ഖുർആന്റെ കേൾക്കറതിലെ മുഖാന്തരം കൂലി കിട്ടുമെന്ന് എത്തിക്കറ് ഖുർആൻ ചൊത്തുലത്ത് ഒരു ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം എത്തിക്കറത്. ആ ഖുർആന്റെ തിലാവത്ത് കേൾക്കറതിലെ മുഖാന്തരം പോലും നിങ്ങൾക്ക് കൂലി കിട്ടി ചൊല്ലുമോ അതിൽ നിന്ന് എത്ര ദൂരെ പോയുള്ള ഒരു നാൾ ഏതെങ്കിലും ഒരു ഖിറാത്ത് ഏതെങ്കിലും ഒരു കാര്യം എത്രമാ ഖിറാത്ത് ഓതുന്നവർ എത്രമാ ഉള്ളാർ മക്കത്തെ ഇമാംമാരെ എഴുതി ഏതെങ്കിലും ഒരു പേരെടുത്തിട്ട് ആരുടെയും ഒരു ഖിറാത്ത് ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ നാളും അങ്ങനെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. കാരണം എത്തിക്കരുതല്ലോ ആ ഖുർആന്റെ കേൾക്കരുതും. അതേപോലെ നാലാമത്തെ ഇത്തുള്ളത് തദബ്ബുറുൽ ഖുർആൻ, ഖുർആന്റെ ചിന്തിക്കരുത്. ഖുർആന്റെ ചിന്തിക്കരു ചൊല്ലുമ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്ന വിഷയത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ടും ചിന്ത ഉണ്ടാക്കിയെടുക്കരുത്. ഇങ്ങനെ എത്തിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബ് ലഭിച്ചു ചൊത്ത് നരകത്തെ അതിന്റെ വിഷയത്തിൽ ചിന്തിക്കരുത്. എങ്ങനെ നന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്ത് കിട്ടില്ലാങ്ങ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങൾ എല്ലാവരും ഈമാനോട് കൂടി ജീവിച്ചത് ഈമാനോട് കൂടി മരിക്കുക തൗഫീഖ് തരട്ടെ. അള്ളാഹുര നരക ചൊത്തുള്ളതിന്റെ ഭയാനകത്തെ ഇതിനെ ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോക്കുമ്പോൾ പല ടൈപ്പ് ആൾമാർ പല രൂപത്തിലെത്തിക്കറി ചിന്തിക്കര് നോക്കൂ. സയൻസിലെ ആൾമാർ സയന്റിസ്റ്റുമാർ ചൊല്ലുന്ന ആൾമാർ അങ്ങനെ ചിന്താശക്തി പോണ്ടത് പല രൂപത്തിലെത്തിക്കറ്. അതിൽ പ്രത്യേകമായിട്ടും ഒരു ജപ്പാന്റെ ഒരു സയന്റിസ്റ്റ് എന്നൊരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വിഷയത്തിൽ പ്രത്യേകമായിട്ടും ഒരു ആയത്ത് ആ വ്യക്തി നോക്കിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തുള്ള ആൾമാരെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചെന്നൊരു സംഭവം. ആ നരകത്തിൽ പോയ ആൾമാർ അങ്ങനെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് കത്തുപാട്ടാണ്. ആ നരകത്തെ തീയിൽ ഇതിൽ അങ്ങനെ തോലു അങ്ങനെ തടിയിലുള്ളതായ തോലു ഈ തീ കാരണം അതില്ലാത്ത ഇത് പോണ്ട് എന്ന് കത്തിത് പോണ്ട്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിറകു തോൽ കൊടുക്കുക. എന്നിട്ട് അപ്പം തോൽ പോണ്ടു. എന്നിട്ട് പിന്നും തോൽ കൊടുക്കുക. എന്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആക്കരുത് ലിയസൂഖുൽ അദാബ്, നരക ശിക്ഷത്തെ കറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ വേണ്ടിട്ട്.
ഈ ഒരു ആയത്ത് കണ്ടെത്തി ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയുണ്ട്. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ആ ആയത്തിൽ ആ വ്യക്തി കിട്ടിയത് എന്ത് ചെന്നെങ്കിൽ പെയിൻ റിസെപ്റ്റർ ചൊന്തുള്ള ഒരു സംഭവ അള്ളാഹു സുബ്ഹാനഹു വ തആല തോളിൽ വെച്ചിരാ ചൊന്ത അയാൾക്ക് എടുത്ത് കിട്ടിയത്. 1400 വർഷം മുന്നോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിലെ സ്വഹാബിമാരട്ടിക്ക് ചെന്നപ്പ സ്വഹാബിമാർ എന്ത് കേക്ക് വൈത്തില്ല, റസൂലെ ഈ തോളിൽ എന്ത് അള്ളാഹു ഇങ്ങനെ ആക്കരുത്, തടിരമേ കത്തുപാട്ടി പിറകു ഇതാക്കല്ലേ അയങ്ങ ഉണ്ട് നിങ്ങൾക്ക് പിടിയത്ത് തോളിലൈത്തിക്ക് പെയിൻ റിസെപ്റ്റർ ഉണ്ടേ ചൊത്തുള്ള വിഷയ ഇന്ന് നിങ്ങൾക്ക് പിടിയായി കൊണ്ട് മനസ്സിലായി. ഈ ആയത്തിനെ മാത്രം കണ്ടിട്ട് ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു. കാലി ഒരു ആയത്ത് കണ്ടു. അപ്പൊ ഖുർആന്റെ ആയത്തിന്റെ വിഷയത്തിൽ അങ്ങ് നിർബന്ധമായിട്ടും ചിന്തിക്കണേക്ക് പല ആൾമാർക്ക് പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഇൽമു കൊടുക്കണം. അതുകൊണ്ട് ഇത് മാത്രമല്ല, ആയിരക്കണക്കിൽ ആയത്തും അതിന് പ്രധാനമായിട്ടൊന്നും ചൊല്ലു ഖുർആന്റെ വിഷയത്തിൽ ചിന്തിക്കണം. അഞ്ചാമത്തേത്തും അവസാനത്തും നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് കേൾക്കൂല്ലതും നിങ്ങൾക്ക് മനസ്സിലാക്കൂല്ലതായ വിഷയ അള്ളാഹുറ ഖുർആന്റെ ഒട്ടിക്കുള്ള ഒരു ബാധ്യത എത്തിക്കറ് പഠിക്കരുത്. ഖുർആന്റെ പഠിക്കരുത്. ഖുർആന്റെ സ്വന്തത്തിനൊക്കെ ഓതുക സാധിക്കുന്നതായി എത്ര രൂപത്തിൽ ട്രാൻസ്ലേഷൻ എന്തുള്ളേ അതിന് മേലർത്ഥം ഒന്നെങ്കിലും മനസ്സിലാക്കി വെക്കണം. അതിരൊട്ടികമേ ഖുർആൻ ക്ലാസ്സസ് ദയിക്കരുത്. ഈ ഖുർആൻ ക്ലാസ്സസ് മുഖാന്തരം കിട്ടുമ്പോണ്ടത് ഞങ്ങളെ ഖാലിക്കും മാലിക്കും ജബ്ബാറും വദൂദൈത്തുലെ അല്ലാഹ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല നന്റെ ഉണ്ടാക്കിയതായ ആ റബ്ബുരെ കലാമൈറ്റിക്ക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ടത്തെ കാലത്ത് ഒരു സിസ്റ്റം എത്തി, ഈ ഫോണല്ല ഈ കോളൊന്നും ഇല്ലാത്ത ടൈമിൽ സൗദിക്ക് പോയി എന്തായെങ്കിൽ ലെറ്റർ ബണ്ടി ഒരു തിങ്കളെല്ലാം കഴിഞ്ഞിരുത്തി ലെറ്റർ പറയും. അത് ഏത് ഭാഷയിൽ എഴുതിയിരിക്കും ആർക്ക് തെറ് അങ്ങനെ കൊണ്ട് ഓതുവാട്ടി ചെയ്യുന്ന അബ്ബരമ ആരുടെയും ഒരു ലെറ്റർ വന്ന് എന്തായി. കാരണം എന്തൊരു മെസ്സേജും ഇല്ല ചൊന്ന് അറിയണം ചൊത്തു. അങ്ങനെ എന്തായി ഞങ്ങളെ ഖാലിക്കൈത്തുൽ അല്ലാഹു ഞങ്ങളെ ഉണ്ടാക്കിയ റബ്ബ്, ഈ ലോകത്തുണ്ടാക്കിയ റബ്ബ്, എല്ലാ കാണ്ടതായ ഓരോ വസ്തും റബ്ബ് സുബ്ഹാനഹു വ തആല റയിച്ചിക്കർ. ആ റബ്ബു പ്രത്യേകമായിട്ടും ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് അവതീർണാക്കിയ നമുക്ക് തന്ത്രാ ചൊല്ലുമ്പോ എന്തൈത്തിക്കറ നന്റെ റബ്ബ് നല്ലൊട്ടിക്ക് ചൊന്നൊന്നുള്ളത് ഈ ഖുർആനില്, എന്തൈത്തിക്കറ നന്റെ റബ്ബ് നല്ലൊട്ടിക്ക് ആവശ്യപ്പെട്ടോ വിഷയ, എന്തൈത്തിക്കറ നന്റെ റബ്ബ് നല്ലൊട്ടിക്ക് സൂചിച്ചൊന്നുള്ളതായ വിഷയ ഇതൊരു വിഷയത്തിൽ നിർബന്ധമായിട്ടും ഞങ്ങൾ പഠിച്ചിരിക്കണേറ്റിക്കർ. അതുകൊണ്ടു ഓരോ നാളിലായിട്ട് ഞങ്ങൾ ഈ ഖുർആന്റെ ചില രൂപത്തിൽ പ്രത്യേകമായിട്ടും ചെറിയ സന്ദർഭത്തിൽ വിശാലമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കണായ ചില വിശിക്ർ സൂറത്തുൽ ഫാത്തിഹ എത്തിക്കാൻ ഞങ്ങൾ തുടങ്ങുമ്പോണ്ടത്. ആ സൂറത്തുൽ ഫാത്തിഹ ഞങ്ങൾ ചിലപ്പോൾ 1000 വട്ടം കേട്ട് നിൽക്കും, 1000 വട്ടം കേട്ട് നിൽക്കും. മനസ്സിലാക്കും. ഓരോ വട്ടം കേൾക്കുമ്പോൾ പ്രത്യേകമായിട്ടും പുതിയ പുതിയ ഇൽമ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്ന വിഷയം ഒന്നുകൂടി റിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ചാൻസ് കിട്ടും. അതുകൊണ്ട് ഓരോ നാളിലായിട്ടും പ്രത്യേകമായിട്ടും ഈ ഖുർആന്റെ തഫ്സീർ ക്ലാസ് എല്ലാം ആക്കണ ഒന്നാമത്തെ സ്വാതന്ത്ര്യം ഖുർആന്റെ കയ്യിൽ പിടിക്കും സാധിക്കരങ്ങ. ഖുർആന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തില്ലെങ്കിലും ആ ആയത്തിലൊന്ന് നോക്കും, ആയത്തിലൊന്ന് നോക്കും. ആ ഷറാക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ആ ആയത്തിലൊന്ന് നോക്കുരും, ആ ആയത്തിലെ ഓതുരും. ഇതിന് മുഖാന്തരം ചുമ്മ ഹൈറുണ്ടാവും. ഇങ്ങനെ കേട്ടുപോയി എന്താ ചിലപ്പോൾ എല്ലാം മറന്നുപോകും. ഇത്ര വിഷയം ഒരു 10 മിനിറ്റ് ചൊല്ലുമ്പോ എന്നും തലൽ നിക്കല. അതേ നിങ്ങൾ ഒരു ആയത്ത് ഓതുമ്പോ ഇന്ന ആയത്ത് ഓതുമ്പോ ഉസ്താദ് അണ്ടി ഇന്ന വിഷയം ചൊന്തിന്ത്, അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഇന്ന വിഷയം കിട്ടി മനസ്സിൽ നിലനിൽക്കരുത്. അതുകൊണ്ട് എന്താക്കണം, ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോട്ട് ഏത് സൂറത്ത് ഓതുമ്പോ ഇങ്ങനെ ഖുർആന്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഹൈറുണ്ട് ചൊന്ന് ഞാൻ പ്രത്യേകമായി തരിപ്പാട്ടിയൊത്തില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുര തൗഫീഖോട് കൂടി നാല് പിന്നെ ഞങ്ങൾ അള്ളാഹുര ഖുർആന്റെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുപോണ്ട അള്ളാഹു നമുക്ക് അതുപോലെ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ രൂപത്തിലും ഞങ്ങൾ ഏതൊരു വിഷയത്തിൽ പഠിക്കണമോ അത് ജീവനത്തിൽ പ്രാവർത്തികമാക്കുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ഈ സുബൈ നേരം വെച്ചിട്ട് അള്ളാഹുരെ ദീനിന്റെ പഠിക്കരുതും അള്ളാഹുര ഖുർആന്റെ പഠിക്കരുതും അള്ളാഹു ഇഷ്ടമില്ല വിഷയിത്തിക്കറ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും അവന് ഇഷ്ടപ്പെട്ടതായ ആൽമാര കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ആക്കി തീർക്കട്ടെ. നാളെ പരലോകത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടുകയുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുകയുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.